അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു കാര്യം വരാനിരിക്കുന്നു, നമുക്ക് സന്തോഷം തരുന്ന, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ, നമ്മൾ അള്ളാഹുവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ, നമുക്കൊരു ഇപ്പോൾ തൊട്ടടുത്ത് നമുക്കൊരു സന്തോഷം വരാനുണ്ട് എന്ന് അറിയിക്കാൻ ഒരടയാളം ഉണ്ടോ? അവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഉണ്ടെങ്കിൽ അത് എന്താണ്? അത് ശരിയാണോ? ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശരിക്കും നല്ല എന്തെങ്കിലും കാര്യങ്ങൾ വരാൻ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? എന്നാൽ ഉണ്ട്, ഒന്നല്ല ഒരുപാടുണ്ട്. ഒന്നിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആക്കുന്ന, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെല്ലാവരും അറിയുന്ന, നമ്മളിനിപ്പോൾ ചിന്തിക്കും, നമുക്ക് മനസ്സിലാവും, ശരിയാണല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ എന്താ കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിതമാകുമ്പോൾ സന്തോഷങ്ങളും ഉണ്ടാകും, സങ്കടങ്ങളും ഉണ്ടാകും. അല്ലാതെ സന്തോഷങ്ങൾ മാത്രമാകുമ്പോൾ ആ ഒരു സന്തോഷത്തിനൊരു ഗുമ്മ കിട്ടൂല. സന്തോഷങ്ങൾ മാത്രമാകുമ്പോൾ അത് സന്തോഷമായിട്ട് നമുക്ക് നിലനിൽക്കൂല. ശരിയല്ലേ? ഇപ്പം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമുക്ക് ഫുൾ ടൈം സന്തോഷം, എല്ലാ വിധത്തിലും സന്തോഷം, ഒരു രീതിയിലുള്ള ദുഃഖങ്ങളും ഇല്ല, എല്ലാം അല്ലാഹു പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് സന്തോഷിച്ച് പോകണം. അപ്പോൾ സന്തോഷം മടുക്കും. പിന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് സാധാരണയായി ചെയ്യുന്ന പോലെ ആയിരിക്കും, നമുക്കത് സന്തോഷവും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. നേരെ മറിച്ച് നമ്മൾ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ അധ്വാനിക്കേണ്ടി വരുമ്പോൾ ആ ഒരു സന്തോഷത്തിന് എത്ര മധുരമായിരിക്കും. ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു സന്തോഷം ഉണ്ടാക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കും ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു ഇത് എത്ര സന്തോഷകരമായിരിക്കും, എത്ര മനോഹരമായിരിക്കും. അതുപോലെ തന്നെ എന്തൊരു സന്തോഷം ഉണ്ടാവണമെങ്കിലും നമ്മൾ കുറേ ഫേസ് ചെയ്യണം. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള, നമുക്ക് വേണം തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്ത് നമ്മൾ കുറേ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് കിട്ടുമ്പോഴാണ് അതിൻ്റെ സന്തോഷം ഉണ്ടാക്കുക. അല്ലാതെ എന്ത് ചെയ്യാനും ഒരു പണിയില്ല, ഒക്കെ നമുക്കാണ്ട് ഇത് കിട്ടുന്നതാകുമ്പോൾ അത് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എപ്പോഴും സന്തോഷമാകുമ്പോൾ ആ ഒരു സന്തോഷം അടുത്ത് സാധാരണ പോലെയാക്കുക, ഒരു സന്തോഷം അല്ലാതായി മാറും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദുഃഖങ്ങളും അതിനിടയിൽ കൂടെ മധുരമേറിയിട്ടുള്ള സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു ജീവിതം പൂർണ്ണമായിട്ടും ആകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷം മാത്രം ആഗ്രഹിച്ചിട്ട് അത് നമ്മളൊരു സ്വാർത്ഥതയായിട്ട് മാറും. കാരണം ദുഃഖമില്ലാത്തൊരു ജീവിതമില്ല, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഏത് കോടീശ്വരനായി കഴിഞ്ഞാലും അദ്ദേഹത്തിനുണ്ടാകും പ്രശ്നങ്ങൾ. അല്ലാതെ ചില ആളുകളുടെ വിചാരമുണ്ട്, വലിയ പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു തരത്തിലുള്ള സങ്കടം ഉണ്ടാവില്ല. ഒരിക്കലുമല്ല. എല്ലാ മനുഷ്യനാണെങ്കിൽ പ്രശ്നം ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ദുഃഖവും ഉണ്ടാകും. നേരെ തിരിച്ച് ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷവും ഉണ്ടാകും. ഇതൊരു ചക്രം പോലെയാണ്. ഇത് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യമാണ്. സന്തോഷവും ദുഃഖവും മാറി വരിക എന്നുള്ളത്. ഈ ഒരു സന്തോഷവും ദുഃഖവും മാറി വരിക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സന്തോഷം ഉണ്ടാകാൻ പോകുന്നതിൻ്റെ അടയാളം. വല്ലതും മനസ്സിലായോ? ഒന്നും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്തിനാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തിനൊരു വീഡിയോ ഇട്ടത്? നമുക്കൊരു ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ള കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അടയാളം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു ദുഃഖം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു സന്തോഷം ഉണ്ടാകും. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഉയർച്ച ഉണ്ടാവുകയാണെങ്കിൽ അതിലൊരു താഴ്ച ഉണ്ടാകും. തൊട്ട് പിന്നിലൊരു താഴ്ച വരാനിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു താഴ്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാകും. അത് പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം വരാനിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന, നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്ന കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലേ? അല്ലാതെ എന്ത് നടന്നാലും നമ്മൾ സന്തോഷിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. എന്താണ് അതിൻ്റെ സൂചന? ദുഃഖങ്ങൾ ഉണ്ടാകും. അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇത്ര ഓർത്താൽ മതി, ഇനി ഇതിൽ വലുത് എന്തോ, ഞാൻ ആഗ്രഹിക്കുന്ന എന്തോ എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ അടയാളം. നമ്മൾ അത്ര സമാധാനിച്ചാൽ മതിയടോ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സമാധാനിച്ചാൽ മതി, ഇതിലും വലിയ എന്തോ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നു. അപ്പോൾ പിന്നെ ആ സങ്കടമൊന്നും ഉണ്ടാകില്ല, നിരാശയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആകാംക്ഷയായിരിക്കും, എന്താ പടച്ചോനെ
പടച്ചോനെ അത് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ത്വരയായിരിക്കും. അതുകൊണ്ട് തന്നെ വിഷമങ്ങളുണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ മനുഷ്യരാണ്, നമുക്കങ്ങനെ നമ്മുടെ മനസ്സ് കല്ലൊന്നുമല്ല. നമുക്ക് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ വിഷമങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സങ്കടപ്പെടും, കരയും, ഡിപ്രസ്ഡ് ആവും എന്നുള്ള 100% ഉറപ്പാണ്. മനുഷ്യൻ്റെ വികാരങ്ങളാണല്ലോ അതെല്ലാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിലും നമ്മുടെ മനസ്സിൽ എന്തായാലും നിരാശ, ആ ഒരു നമ്മളാകെ തളർന്നു പോകാൻ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിന് അർപ്പിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതൊരു പ്രചോദനമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ അതിനെ അതിജീവിക്കാനുള്ള ഒരു പ്രചോദനമായിരിക്കും ഈ ഒരു വീഡിയോ. ഈ ഒരു വാക്കുകൾ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നിങ്ങളൊരു വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.